നമസ്കാരം, ഞാൻ വൃന്ദ. എല്ലാ സുഹൃത്തുക്കൾക്കും ഹെവൻ ഓഫ് പ്ലാന്റ്സിൻ്റെ ഒരു പഴയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രൗണ്ട് ഓർക്കിഡ് പൂക്കൾക്കായി നമ്മൾ ചെയ്ത വീഡിയോ ഗ്രൗണ്ട് ഓർക്കിഡിൽ വിജയൻ ചേട്ടൻ്റെ വിജയരഹസ്യം എന്ന വീഡിയോയുടെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ട പോട്ടിംഗ് വീഡിയോ കണ്ടാലോ? ഫുൾ വീഡിയോ കാണാത്ത സുഹൃത്തുക്കൾക്കായും ഫുൾ വീഡിയോ കാണാൻ ആഗ്രഹമുള്ള സുഹൃത്തുക്കൾക്ക് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. എന്നാൽ പോയാലോ വീഡിയോയിലേക്ക്. വായോ. മൂൺലൈറ്റിന്റെ പ്ലാന്റ് അല്ലേ? ഇത് എല്ലാം മൂൺലൈറ്റിന്റെ പ്ലാന്റാണ്. നമ്മൾ മേളിൽ നിന്ന് എടുത്ത ഒരു പോട്ട് പ്ലാന്റ്. അപ്പൊ ഇതാണ് നമ്മളിപ്പോ റീപോർട്ട് ചെയ്യാൻ പോകുന്നത്. വിജയചേട്ടന്റെ ഒരു റീപോർട്ടിംഗ് മെത്തേഡാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പോ മാക്സിമം ഇതുപോലെ ഒരു 2-3 പ്ലാന്റ് എങ്കിലും വേണം. കിട്ടിയാൽ മാത്രമേ നമുക്കൊരു കത്രിക ഇവിടെ ഉണ്ട്. ഞാൻ ചെയ്യുന്നത് രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത്രയും വേര് കട്ട്, പഴയ വേരുകൾ കുറച്ച് റൂട്ടുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നാലേ പുതിയ റൂട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. കണ്ട, നമ്മള് സ്പൈക്കുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണ്. പ്ലാന്റിൽ നിന്ന് സ്പൈക്കാണ്. ഇതിപ്പോ നമ്മൾ ശരിക്കും നമ്മൾ നടേണ്ട പ്ലാന്റ് ആയി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മളിപ്പോ പോട്ട് ചെയ്യാൻ വേണ്ടി അടുത്ത് ഇത് തോട്ടിലെ മണ്ണല്ല, തോട്ടിലെ നമ്മൾ ഒലിച്ചു മരുന്ന ചരലാണ്. അതെ, ഞാനൊരു 4 കപ്പാണ് ഇങ്ങനെ ഇട്ടത്. 4 കപ്പിനാണ് ഞാൻ കൂട്ടുന്നത്. അടുത്തത് നമ്മൾ വെറും മണ്ണാണ്. അത് തോട്ടിൽ നിന്ന് സാധാ മണ്ണ്. രണ്ട് കപ്പ് മണ്ണാണ് ടോട്ടലി. അതിന്റെ മണ്ണിന്റെ അംശം അതിലുണ്ട്. ആൾറെഡി ഇതിൽ തന്നെ മണ്ണ് കുറെ മണ്ണുള്ളതാണ്. അപ്പൊ അതിൽ ഒട്ടും മണ്ണില്ല, അതിന്റെ അംശം ഇല്ലെങ്കിൽ കുറച്ച് മണ്ണ് കൂടെ ഇടണം. അതിൽ മണ്ണിന്റെ അംശം നമ്മുടെ തോട്ടിൽ നിന്ന് ഒലിച്ചു വരുന്ന മണ്ണല്ലേ, ഓടയിലുള്ള മണ്ണാണ്. എന്നിട്ട് ഇലപ്പൊടി, ഇത് ഇലപ്പൊടിയാണ്, കൈലപ്പൊടിയാണ്. നന്നായിട്ട് പൊടിഞ്ഞിരിക്കുന്ന കരിയിലപ്പൊടി. നമ്മൾ ഉണക്കയില വാരി നമ്മൾ കുഴിക്കകത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആകണം. അപ്പൊ അത് 1 കപ്പ് ഇട്ടു. ഒരു പൊടി എല്ലുപൊടിയാണ്. സാഫിനിടുവാൻ അതെ, ഫംഗിസൈഡാണ്. എല്ലാം ഒരു കൈപ്പിടിയാ. വിജയനത് ഒരു കണക്ക് കുറച്ച് കൂടാൻ പാടില്ല. കുറച്ച് നാട്ടിലോട്ട് പോയി വിഷം ഒരു കപ്പ് ചാണകപ്പൊടി. അതെ, ഈർപ്പം പാടില്ല. നന്നായിട്ട് പൊടിഞ്ഞിട്ടുള്ള നന്നായിട്ട് തരി പോലെ നല്ല ഇത് വേണം. നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. ഉണക്കിയ മിക്സിങ് ഇത്ര തന്നെയാണ്. ഇത്രയും സാധനം ചേർക്കുന്നത്. ചേരുവകൾ അല്ലേ? ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്.
ഇനി മണലിന് ഇല്ല ഇത് ചരല് കിട്ടാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്പം എവിടെയെങ്കിലും എവിടെ ശകലം മണൽ ഉണ്ടെങ്കിൽ മാത്രമേ വേരോട്ടം കിട്ടൂ ചെടിക്ക്. കഴിവതും മണലിട്ട് തന്നെ ഇടണം. അത് ഓടയിൽ കിടക്കുന്ന ചാലുകളിൽ കിടക്കുന്ന മണ്ണായിരുന്നാലും മതി. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ചട്ടിയിലാണ് ഞാൻ വയ്ക്കുന്നത്. വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹോള് കറക്റ്റ് ആയിട്ട് ഈ ഓരോ ചട്ടി നമ്മൾ ആദ്യം ഹോള് കറക്റ്റ് ആണെന്ന് ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് ഹോള് എല്ലാം ഉണ്ടോ. ഈ സൈഡിൽ തടിപ്പ് ഇങ്ങനെ അഗ്രം ഉണ്ടാകാൻ പാടില്ല. കാരണം വരുന്ന വെള്ളം ത്രൂ ആയിട്ട് താഴോട്ട് തന്നെ വേണം. അല്ലെങ്കിൽ ഇവിടെ തടഞ്ഞു നിന്നിട്ട് ഈ ഇവിടെ വെള്ളം കിട്ടി അപ്പം വേര് ചീഞ്ഞു പോകും. ഗ്രൗണ്ട് ഓടിന് ഒരു കാരണവശാലും വെള്ളം ഇതിനകത്ത് കെട്ടി നിൽക്കാൻ പാടില്ല. ഏകദേശം കപ്പ് വാങ്ങുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു ഇതിലാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഒരു താഴ്ച കുഴിയും ഇവിടെ മുകളിൽ അപ്പൊ ഈ കുഴി എപ്പോഴും ഹോള് കറക്റ്റ് ആയിരിക്കും. ഇതിന് ഈ കുഴിയുടെ ഈ ഭാഗത്ത് ഹോൾ ഇല്ലെങ്കിലും പ്രശ്നമില്ല. നമുക്ക് ഇതിൽ കൃത്യമായി ഹോള് വേണം. ഹോള് കൃത്യമായി വേണം. എന്നിട്ട് ഈ ദ്രാവകം ഇവിടെ നിന്ന് കിട്ടുന്നത് പോലെ ഓടിന്റെ കഷ്ണമാണോ എനിക്കിവിടെ കിട്ടുന്ന ഇതാണ്. ഈ കല്ലാണ് ഈ ചരൽ ഈ കണക്കിന് കിട്ടും. അതെ, ഒരു ഉദ്ദേശം നമ്മൾ താഴോട്ട് പോകാത്ത രീതിയിൽ മണ്ണ് വീഴുമ്പോ താഴോട്ട് പോയി ഒരു കപ്പ് കല്ല പോവാം. ഓക്കെ, കല്ലിന്റെ കിടന്നാൽ കുഴപ്പമില്ല. കല്ലിന് ഇങ്ങനെ തന്നെ കിടക്കണം. അതെ അതെ, ഒഴിക്കുന്ന വെള്ളം കംപ്ലീറ്റ് പോണം ഡ്രെയിൻ ആയി പോകുന്ന ഒരു കോട്ടിംഗ് മിക്സറാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെച്ചു പ്ലാന്റിനെ ജസ്റ്റ് നമ്മൾ ഇറക്കി വെച്ചു. ഈ കൂന ഒരു ശകലം കൂന പോലെ തന്നെ വെക്കണം മണ്ണിടുമ്പോഴത്തേക്ക്. പ്രത്യേകിച്ച് ഇടുമ്പോഴത്തേക്ക് ഈ ഉരം മിക്സ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ വെറും ഒരു സൈഡ് നമ്മൾ ഇടുമ്പോഴത്തേക്ക് താഴോട്ട് പോകും. എളുപ്പമായി ഇവിടെ ഈ ഭാഗം അത്രയും എളുപ്പം കൂടുതൽ ഉരം കിട്ടും. അപ്പൊ എളുപ്പം ചീഞ്ഞു. അതുകൊണ്ട് കഴിവതും മിക്സ് ആയിട്ട് തന്നെ വരണം. നമ്മൾ ഇതിനകത്ത് പോട്ട് ചെയ്യുമ്പോൾ എല്ലാം ഉരവും കൂടെ എല്ലായിടത്തുമായിട്ട് തന്നെ വരണം. മനസ്സിലായില്ല? ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അത് ഒന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും കൂടെ എല്ലാവരും അവിടെ വരണം. അങ്ങനെ വെച്ചിട്ട് കരിയിലപ്പൊടി ഇത്രത്തോളം ശ്രദ്ധിച്ചാണ് ഓരോ കാര്യങ്ങളും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടി എളുപ്പം വരില്ല. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ചെടി നമ്മളെ പണി കഴിഞ്ഞു. ഇത്രയും ചെയ്താണ് രാസവളം വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യം. ചെടി നമുക്ക് എപ്പോഴും സെന്ററിലായിരിക്കണം. ചെടി സെന്റർ ഒരു കപ്പിന്റെ മധ്യഭാഗത്തായിട്ട് വേണം ചെടി നിൽക്കാൻ. സൈഡിലോട്ട് ആകരുത്. അപ്പൊ ചെടി നമുക്ക് വേറെ കുഴപ്പമില്ല, ചെടി വളരും. പക്ഷെ നമ്മൾ ചെടി കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. ഒരു ചെടി എങ്ങനെ നിൽക്കുന്നതും നമ്മളൊരു സൈഡിലോട്ട് നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചെടി അത് ഏത് ചെടിയായിട്ടിരുന്നാലും ഒരു കപ്പിന്റെ സെന്റർ ഭാഗത്ത് തന്നെ ചെടി നിൽക്കണം. പെട്ടെന്ന് വേരോട്ടം കൂടുതൽ കിട്ടാനും ചെടി കാണാൻ ഭംഗിയല്ലേ ഏറ്റവും പ്രധാനം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഉറപ്പിച്ചു നിർത്തും. ഇനിയിപ്പോ ഇത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ മുളച്ച് വരുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് നമ്മൾ നേരെ റെഡി വെയിലത്ത് വെക്കുകയാണ്. വെയിലത്ത് വെക്കാം ഈ പ്ലാന്റ്. വേറെ ഒന്നും നോക്കണ്ട, ഇവിടെ മാത്രം. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ ഒഴിച്ച് കൊണ്ടങ്ങ് വെച്ച് കൊടുത്താൽ മതി. വേറെ കുഴപ്പമില്ല. ഒരിക്കലും പ്ലാന്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഒരിക്കലും വെയിൽ പേടിക്കണ്ട. ഇതാണ് ശരിക്കും നമ്മൾ വിജയചേട്ടൻ ചെയ്യുന്ന നമ്മൾ ഇന്ന് ചെയ്ത റീപോർട്ടിങ്ങിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും പ്ലാന്റ്സ് ഒക്കെ റീപോർട്ട് ചെയ്യുമ്പോൾ ഇത് ഫോളോ ചെയ്യാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും പ്ലാന്റ്സ് ഒക്കെ നല്ല ഉഷാറായിട്ട് വരും. അപ്പം വിജയനോട് താങ്ക്സ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ചെയ്തു നിന്നതിന് വളരെ ഒരു വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും
പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.